ടു എ ന്യൂ വ്ളോഗ്. അപ്പോൾ തൃശ്ശൂർ ഹൈലൈറ്റ് മോൾ വന്നത് നമ്മൾ തൃശ്ശൂർക്കാർ ഒരുവിധം എല്ലാവരും പറഞ്ഞിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ തൃശ്ശൂർ കുട്ടനെല്ലൂരാണ് പുതിയ മോള് വന്നിരിക്കുന്നത്. അപ്പോൾ കുറേ നാളായി ഇതിൻ്റെ പണി നടക്കുന്നു. തൃശ്ശൂരത്തെ ഏറ്റവും വലിയ മോളാണെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ കേരളത്തിലെ ആദ്യത്തെ മോളെന്ന് പറഞ്ഞാൽ അത് തൃശ്ശൂർ തന്നെയാണ്. തൃശ്ശൂർ സിറ്റി സെൻറ്റർ, അത് എല്ലാവർക്കും അറിയുമെന്ന് എനിക്കറിയില്ല. അത് കഴിഞ്ഞ് സെലക്സ് മോൾ വന്നു, പിന്നെ ഒരു മോൾ ഓഫ് ജോയ് ഉണ്ടായിരുന്നു, പക്ഷേ അതിപ്പോൾ നിലവിലില്ല, അത് പൂട്ടിപ്പോയി. അതിനുശേഷം വന്നതാണ് ശോഭ മോള്. അപ്പോൾ ശോഭ ആണ് ശരിക്കും പറഞ്ഞാൽ ഒരു വലിയ മോള്, അതായത് ഒരു തിയേറ്ററും അങ്ങനെ എല്ലാം വരുന്നത്. അപ്പോൾ അതിനുശേഷം വന്നതാണ് ഇപ്പോൾ ദേ ഈ ഹൈലൈറ്റ് മോള്. അപ്പോൾ ഇവിടെ എല്ലാം ഓപ്പൺ ആവുന്നേ ഉള്ളൂ. അപ്പോൾ കഴിഞ്ഞ ദിവസം, അതായത് ഡിസംബർ 18-നായിരുന്നു ഇതിൻ്റെ ഇനാഗുറേഷൻ. അപ്പോൾ എല്ലാ ഷോപ്സും ഒന്നും ഓപ്പൺ ആയിട്ടില്ല. അപ്പോൾ ഇനാഗുറേഷൻ അന്നൊക്കെ നല്ല തിരക്കായിരുന്നു. അപ്പോൾ ഞങ്ങളതിൻ്റെ പിറ്റേ ദിവസമാണ് പോയത്, നൈറ്റാണ് പോയത്. ഗൂഗിളിൽ ഞാൻ ടൈം നോക്കിയപ്പോൾ 6 മണിക്ക് ക്ലോസ് ചെയ്യുന്നൊക്കെ കണ്ടു. സംശയിച്ചിട്ടാണ് നമ്മൾ പോയത്, പക്ഷെ ഓപ്പൺ ആയിരുന്നു. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു രാത്രി സമയത്താണെങ്കിലും. മെയിനായിട്ട് അവിടെ ലുലു ഡെയിലി, അതാണ് നമ്മുടെ തൃശ്ശൂർ ലുലു. നമ്മുടെ തൃശ്ശൂർ തൊട്ടടുത്തൊന്നുമില്ല, പിന്നുള്ളത് വൈമോളിലാണ്, അത് തൃപ്രയാറാണ്. അപ്പോൾ ഇത്രയും തൃശ്ശൂർ ഒരു ടൗണിനോട് ചേർന്ന് ഒരു ലുലു നമുക്കിപ്പോൾ ഇവിടെ ഈ ഹൈലൈറ്റ് മോളിൽ തുറന്നിരിക്കുകയാണ്. പിന്നെ അതാ മാക്സും ഒക്കെ ഉണ്ട്. അപ്പോൾ ബാക്കിയുള്ള സ്റ്റോളുകളൊക്കെ വരുന്നേ ഉള്ളൂ. പിന്നെ അതുപോലെ കുട്ടികളുടെ മെയിൻ കിഡ്സ് ഏരിയ ഉണ്ടല്ലോ, ഒരു ഗെയിമിംഗ് സോൺ ഏരിയ, അതൊക്കെ ഓപ്പൺ ആവുന്നേ ഉള്ളൂ. പിന്നെ ഫുഡ് കോർട്ട് അത് ആദ്യം തന്നെ ഓപ്പൺ ആയിട്ടുണ്ട്. അതുകൊണ്ട് അവിടെ തിരക്കിന് ഒരു കുറവുമില്ല. കാരണം വേറെ എന്തില്ലെങ്കിലും ഭക്ഷണം ഉണ്ടെങ്കിൽ ആൾക്കാർ അവിടേക്ക് പാറി പറന്നെത്തുമല്ലോ. അപ്പോൾ അവിടെ നല്ല റഷായിരുന്നു. അവിടെയും ചില ഫുഡ് സ്റ്റോളൊക്കെ ഓപ്പൺ ആവുന്നതന്നെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇവിടെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സംഭവമായിരുന്നു, ഇവിടെ ഇങ്ങനെ ഒരു ഔട്ട്ഡോർ ഒരു ബാൽക്കണി വ്യൂവിൽ ഡൈനിങ് ഏരിയ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അത് നല്ല രസമായി തോന്നി. അപ്പോൾ നമുക്ക് ഫുഡ് വാങ്ങിച്ച് ഇവിടെ വന്നിരുന്ന് കഴിക്കാം. അപ്പോൾ ഇവിടെ നിന്ന് നോക്കിയാൽ കറക്റ്റ് ഹൈവേ ആണ്. അപ്പോൾ ഇത് ഈ ഹൈവേനോട് ചേർന്നാണ് ഇപ്പോൾ ഇവരിത് ബിൽഡ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് ശരിക്കും നല്ല സൗകര്യമാണ്. എന്താ പറയുക, പുറമേ നിന്ന് വരുന്ന ആൾക്കാർക്കൊക്കെ മോളിലേക്ക് വരാൻ. അപ്പോൾ ഇതാണ് കിഡ്സ് സോൺ ഏരിയ. അതൊരു 3500 സ്ക്വയർ ഫീറ്റാണ്. പിന്നെ ഈ കാണുന്നത് 2027 തൃശ്ശൂർ കുന്നംകുളത്ത് അവർ പുതിയതായി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ഹൈലൈറ്റ് മോളിൻ്റെ മിനിയേച്ചർ വേർഷനാണ്. അത് ഗംഭീര സെറ്റപ്പ് ആയിട്ടുണ്ട്. കാരണം മുകളിലാണ് പാർക്കിംഗ് ഏരിയ, പിന്നെ ഒരു ഫുട്ബോൾ കോർട്ടൊക്കെ ആയിട്ട് ഒരു പ്ലേ ഗ്രൗണ്ട് തന്നെ ഏറ്റവും മുകൾ ഭാഗത്ത് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഇപ്പോൾ അവരുടെ മിനിയേച്ചർ വേർഷനിൽ തന്നെ അവരെല്ലാം എങ്ങനെയാണ് അവർ പണിയാൻ പോകുന്നത് എന്നുള്ളതിൻ്റെ മൊത്തം ലുക്ക് അവർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു ബോയ് അവിടെ നിന്നിട്ട് അതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ടായിരുന്നു. അപ്പോൾ 2027 അത് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്നത്. പിന്നെ ഇതാണ് മൾട്ടിപ്ലക്സ്, 6 സ്ക്രീൻ ഉണ്ട്, 6 സ്ക്രീന് വരുന്നുണ്ട്. അത് എത്രയും അടിപൊളിയായിട്ടുണ്ട്. നമുക്ക് ഇവിടെ നിന്നും അത്രയ്ക്കില്ല 6 സ്ക്രീൻ എന്നുള്ളത്. അപ്പോൾ 2 മാസമാണ് അവർ പറഞ്ഞേക്കുന്നത്. 2 മാസം കൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് ഒരുവിധം ഷോപ്സും എല്ലാം ഓപ്പൺ ആവുമെന്നാണ് പറഞ്ഞത്. നമ്മൾ ഭക്ഷണമൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ്. അപ്പോൾ സബ്വേയുടെ അവിടെ പോയി. ഞാനിത് ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല. പിന്നെ ഞാനിപ്പോൾ ഡയറ്റിലാണ്. ഓൾറെഡി ഷോർട്സ് ഞാൻ ഇടുന്നുണ്ട്, വെയിറ്റ് ലോസ് ജേർണി എന്ന് പറഞ്ഞിട്ട് ഒരു 15 ഡേയ്സ് ചാലഞ്ച്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പരമാവധി ഹെൽത്തി ആയിട്ടുള്ള, എന്നാൽ നമുക്ക് എത്രയൊക്കെയാണെങ്കിലും പുറത്തുനിന്ന് വാങ്ങിക്കുമ്പോൾ അത് പൂർണ്ണമായി ഹെൽത്തിയാണെന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഉള്ളതിൽ അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ള വെജീസൊക്കെ കൂടുതൽ വരുന്നത് നോക്കി വാങ്ങിക്കായിരുന്നു. അപ്പോൾ ഈ സബ്വേയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചൂസ് ചെയ്യാം എന്തൊക്കെ വേണമെന്നുള്ളത്. ഇപ്പോൾ അതിൽ യൂസ് ചെയ്യുന്ന സോസ് ആണെങ്കിലും മയൊക്കെ ആണെങ്കിലും വേണോ വേണ്ടയോ, എന്തോരം എന്താ പറയുക, ചിക്കൻ ആണെങ്കിൽ ഏത് വേണോ, അതുപോലെ വെജിറ്റബിൾസൊക്കെ ഏത് വേണം നമുക്ക് ചൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് തന്നെ പറയാം എന്നുള്ളത്. അപ്പോൾ ഒരുപാട് വെജിറ്റബിൾസൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ പരമാവധി സോസും മയൊക്കെ കുറച്ച് ഉള്ള വെജിറ്റബിൾസൊക്കെ ഇട്ടിട്ടാണ് ഓർഡർ ചെയ്തത്. പക്ഷേ എനിക്കിഷ്ടപ്പെട്ടു. സാധാരണ എനിക്ക് കുക്കുംബറൊന്നും കുഴപ്പമില്ല, പക്ഷേ തക്കാളിയൊക്കെ അധികം വരുന്നത് എനിക്ക് അത്ര താല്പര്യം ഉണ്ടാവാറില്ല. ഞാൻ സാലഡ് ഇങ്ങനെ സെപ്പറേറ്റ് കഴിച്ചില്ലെങ്കിലും ഇതിൻ്റെ കൂടെ കഴിക്കാൻ ഇഷ്ടമാണ്. അപ്പോൾ ഒരു സൈഡ് നോൺ വെജ്, ഒരു സൈഡ് വെജാണ്. അപ്പോൾ ഞങ്ങൾ നോൺ വെജ് പറഞ്ഞു. പിന്നെ തൊട്ടപ്പുറത്ത് ചായക്ക് മാത്രമായിട്ടുള്ളൊരു കൗണ്ടർ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ആഷിക്ക് വേണ്ടിയിട്ടൊരു ലെമൺ ടീം പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു ചിക്കൻ ബോൾസും കൂടി പറഞ്ഞിരുന്നു കേട്ടോ. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. വലിയ കുഴപ്പമില്ലായിരുന്നു, ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ സബ്വേ അടിപൊളിയായിരുന്നു. അത്യാവശ്യം നമുക്ക് ഹെൽത്തി ആയിട്ടും നല്ല തിക്കായിട്ടും തോന്നും, കുറച്ച് ഹെവി ആയിട്ട് തോന്നും. അതൊന്ന് കഴിച്ചാൽ മതി, നമ്മുടെ വയറ് നിറയും. ഞങ്ങളൊന്നേ ഓർഡർ ചെയ്തുള്ളൂ. ഞങ്ങൾ 2 പേരും കൂടിയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. 200 സംതിങ് ആണ് ചാർജ് വരുന്നത്, 250-ൻ്റെ ഉള്ളിൽ. പക്ഷെ എന്നാലും കുഴപ്പമില്ല. ബ്രെഡൊക്കെ നമുക്ക് ചൂസ് ചെയ്യാം ഏത് വേണമെന്നുള്ളത്. നല്ല ഫില്ലിങ്സ് ആണ്, എന്തായാലും നല്ലതായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് അപ്പുറത്ത് നമ്മുടെ അവിൽ മിൽക്ക് കണ്ടു. അപ്പോഴാണ് അവിടെ നോക്കിയപ്പോൾ ഡയറ്റ് അവിൽ മിൽക്ക്.
പിന്നെ അതുപോലെ കേടിൻ്റെ ഉണ്ടായിരുന്നു, അതായത് ബനാന യോഗട്ടിൻ്റെ ഉണ്ടായിരുന്നു. യോഗട്ട് അപ്പോഴത്തേക്കും തീർന്നു. അപ്പോൾ എന്നാൽ ഇതും കൂടി ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം ഡയറ്റ് ആണല്ലോ. അപ്പോൾ അതവർ പറയുന്നുണ്ട് ഇത് ഉദ്ദേശിക്കുന്നത് വിത്തൗട്ട് ഷുഗറാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, എനിക്കതാണ് വേണ്ടത്. പക്ഷേ സംഭവം അടിപൊളിയുണ്ട്. കാരണം നമുക്ക് പഞ്ചസാര വേണമെന്നില്ല. ഇതിൽ തന്നെ അത്യാവശ്യം ആ ഒരു പഴത്തിൻ്റെയൊക്കെ മധുരമുണ്ട്. നല്ലതായിരുന്നു. പാലും പഴവും പിന്നെ ഒരുപാട് നട്ട്സ്, മെയിനായിട്ട് കാഷ്യൂ ആണ് വരുന്നത്. അപ്പം നല്ലതാണ്. അപ്പോൾ അതൊക്കെ കഴിച്ചു. അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കറണ്ട് പോയതാണ്. കറണ്ട് പോയ പിന്നെ നമ്മൾ മലയാളികളുടെ സ്വഭാവം ഈ കുറുക്കന്മാരുടെ പോലെ കൂവുന്നത് അതെല്ലായിടത്തും ഉണ്ടല്ലോ. ആ സമയത്ത് ഒരു സ്റ്റാൻഡേർഡും ഇല്ല, നിറയെ കൂവലായിരുന്നു. കുറച്ച് നേരത്തേക്ക് കറണ്ട് പോക്ക് തന്നെയായിരുന്നു. ഞങ്ങൾ ലുലുവിൽ അവസാനമാണ് പോയത്. അപ്പോൾ ആ സമയത്ത് തിരക്കുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ മൊത്തത്തിലൊരു ഇരുട്ടായിരുന്നു. എന്നാലും കുറച്ച് കഴിഞ്ഞപ്പോൾ കറണ്ട് വന്നു കേട്ടോ. ലുലു പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. ഞാൻ ഇത്ര ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും എടുത്തിട്ടില്ല. നമ്മൾ പോയിട്ടുള്ളവർക്കൊക്കെ അറിയാം. ഇതിൻ്റെ ഉള്ളിൽ നമുക്കൊന്നും വാങ്ങിക്കാനില്ലെങ്കിൽ ഇതൊക്കെ കണ്ട് നടക്കാൻ തന്നെ ഭയങ്കര രസമാണ്. ഇതാ കേക്ക്സ് ഉണ്ടാക്കാൻ ഇഷ്ടപ്പെടുന്നവർക്കാണെങ്കിൽ എല്ലാം ഉണ്ട്. നമ്മൾ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എന്ന് പറഞ്ഞാൽ അതിപ്പോൾ ഒരുവിധ ഹൈപ്പർ മാർക്കറ്റിലൊക്കെ അങ്ങനെയാണ്. പക്ഷേ ഇവിടെ കുറച്ചും കൂടി കൂടുതലുണ്ടാവും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ നെസ്റ്റോയിൽ പോയാലും ഇതേപോലെയൊക്കെ തന്നെയാണ്. പക്ഷേ ലുലുവിൽ കുറച്ചും കൂടി സാധനങ്ങൾ കൂടുതലുള്ള പോലെ എനിക്ക് തോന്നാറുണ്ട്. ഓരോ തവണ കൊച്ചിയിലൊക്കെ പോയിട്ട് പോകുമ്പോൾ അതുപോലെ ട്രിവാൻഡ്രം ലുലുവിൽ ഞങ്ങൾ പോയിട്ടുണ്ട്. അയ്യോ, ട്രിവാൻഡ്രം ലുലു എന്ന് പറയുന്നത് ഭയങ്കര വലുതാണ്. അപ്പോൾ ഇവനൊരു കറിപ്പാത്രം വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അത് നോക്കുമായിരുന്നു. നമ്മൾ ലുലുവിലെ ഫുഡ് കോർട്ടിൽ നിന്ന് ഫുഡ് വാങ്ങിച്ചാൽ നമുക്ക് മുകളിൽ സെപ്പറേറ്റ് ഫുഡ് കോർട്ടിൽ പോയിരുന്ന് കഴിക്കണം. പക്ഷേ ഇവിടെ എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ തന്നെ ചെറിയൊരു ഫുഡ് കഴിക്കാനുള്ള ഒരു ഏരിയ, ഈട്രി എന്ന് പറഞ്ഞിട്ട് അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അത് നല്ലതാണ്. അപ്പോൾ ഇത് എടുത്ത് നമുക്ക് മുകളിലേക്ക് പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ഓൾറെഡി ഫുഡ് കഴിച്ച കാരണം പിന്നെ അവിടെ നിന്നൊന്നും വാങ്ങിച്ചില്ല. പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ ഇങ്ങനെ നോക്കി കണ്ടു നടക്കാൻ നല്ല രസമല്ലേ. ഓരോന്നും കാണുമ്പോൾ ഇങ്ങനെ എടുത്ത് നോക്കി ചില്ലിൻ്റെയൊക്കെ ഗ്ലാസ് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നമുക്കിങ്ങനെ അല്ലറ ചില്ലറ ലൊട്ടിലൊടുക്കി ചില സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വാങ്ങിച്ചു. പിന്നെ ഇത് എൻ്റെ ഫേവറേറ്റ് സെക്ഷനാണ്, യോഗേർട്ടിൻ്റെയും ഒക്കെ. എനിക്ക് ഈ കേർഡ് ഭയങ്കര ഇഷ്ടമാണ്. അത് ഗ്രീക്ക് യോഗേർട്ട് അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഈ ഡയറ്റ് എടുക്കുന്ന സമയത്ത് ഗ്രീക്ക് യോഗേർട്ട് കഴിക്കുന്നത് കുറച്ചുകൂടി നല്ലതാണ്, പ്രോട്ടീൻ റിച്ചാണ്. ഡയറ്റ് എടുക്കുന്ന സമയത്തല്ല അല്ലാത്തതും. അപ്പോൾ ഇതിൽ ഫ്ലേവേർഡും ഉണ്ട് അൺഫ്ലേവേർഡും ഉണ്ട്. അപ്പോൾ എനിക്ക് ഫ്ലേവേർഡും ഭയങ്കര ഇഷ്ടമാണ്. ശരിക്കും ഐസ്ക്രീമിന് പകരം നമുക്കിത് യൂസ് ചെയ്യാവുന്നുള്ളൂ ഷുഗർ കട്ട് ചെയ്യുന്ന സമയത്തൊക്കെ ആണെങ്കിൽ. അപ്പോൾ അത് വാങ്ങിച്ചു. അപ്പോഴത്തേക്കും തിരക്കൊക്കെ ഒന്ന് കുറഞ്ഞു. കാരണം 10 മണി 10:30 ആയി ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്തേക്കും തിരക്ക് കുറഞ്ഞു. പല ഷോപ്പുകളും ക്ലോസ് ചെയ്തു. നൈക്ക ഓപ്പൺ ആക്കിയിട്ടുണ്ടായിരുന്നു. നൈക്കൊക്കെ ക്ലോസ് ചെയ്തു. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഫ്രണ്ടിൽ തന്നെ ഇങ്ങനൊരു വലിയൊരു ക്രിസ്മസ് ട്രീ അവർ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ വന്ന സമയത്ത് അവിടെ നിന്ന് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ഭയങ്കര അടിയായിരുന്നു. അപ്പോൾ ആ സമയത്ത് നമ്മൾ അതിന് പോയില്ല. അപ്പോൾ തിരിച്ച് വന്നപ്പോൾ അതൊക്കെ ഡീറ്റെയിൽഡായി കണ്ട് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തു. എന്നിട്ടാണ് പോകുന്നത്. പിന്നെ ഫ്രണ്ട് ഏരിയയിൽ തന്നെ കിടക്കുമ്പോൾ ഇങ്ങനെ ഹഗ് ആൻഡ് മഗ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ക്യൂട്ടായിട്ടുള്ള ഷോപ്പുണ്ട്. അവിടെ എനിക്ക് കുറേ ബുക്സൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു അവിടെ ഇരുന്ന് നമുക്ക് വായിക്കും ചെയ്യാം. എന്തെങ്കിലും കോഫിയൊക്കെ കുടിച്ച് അങ്ങനെ ചില്ല് ചെയ്ത് റിലാക്സ് ചെയ്ത് ഇരിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതാണ് ഫ്രണ്ട് ഏരിയ വരുന്നത്. നല്ല ഹ്യൂജാണ്. അപ്പോൾ എന്തായാലും തൃശ്ശൂർകാർക്ക് കറങ്ങി നടക്കാൻ പുതിയൊരു സ്ഥലം കൂടിയായി, ഒരു മോളായി. അല്ലെങ്കിൽ എല്ലാവരും ശോഭ മോളാവും പോവുക. ഇപ്പോൾ ഇതാ ഇവിടെയും കൂടി അതിന് തിയേറ്ററും കൂടി ഓപ്പൺ ആയിട്ടുണ്ടെങ്കിൽ അടിപൊളിയായും. അപ്പോൾ ഇത് കറക്റ്റ് സ്പോട്ട് വരുന്നത് തൃശ്ശൂർ കുട്ടനെല്ലൂർ ഹൈവേ ഭാഗത്തായിട്ടാണ്. അപ്പോൾ കാണാത്തവരൊക്കെ പോയി കാണാം. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി അങ്ങനെ നമ്മളിനി തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ വീട്ടിലേക്ക് പോണ സമയത്ത് കുറേ ഇങ്ങനെ ക്രിസ്മസ് കാഴ്ചകൾ കാണാൻ പറ്റുമായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ വഴിയോരത്തൊരു നല്ലൊരു കണ്ണു കുളിർമയേകുന്ന നല്ലൊരു കാഴ്ചയും കണ്ടു. അതെന്തായാലും നല്ല രസമായിട്ടുണ്ടായിരുന്നു. ഈ കാണുന്നതാണ് കുറേ ലൈറ്റ്സ് ആയിട്ട് ഭയങ്കര രസമുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ വീഡിയോ. ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ കാണാം. അപ്പോൾ ബൈ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ബൈ.